Hello friends, Ernst Academy പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. HSSC കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന്റെ ഡേറ്റിംഗ് അടുത്തെത്തി. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഒരു 30 അല്ലെങ്കിൽ 32 ദിവസങ്ങളായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ച മൊഡ്യൂളുകൾ റിവിഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ ഇനി പഠിക്കാനുള്ള മൊഡ്യൂളിലെ ടോപ്പിക്സുകൾ പ്രത്യേകം സെപ്പറേറ്റ് മാറ്റിയതിന് ശേഷം 1 മണിക്കൂർ എല്ലാ ദിവസവും റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അതുപോലെ 1 മണിക്കൂർ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ OMR ഷീറ്റിൽ തന്നെ ചെയ്തു നോക്കാനായിട്ട് മാറ്റി വെക്കണം. കാര്യം OMR ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുന്നത്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് നോക്കുന്നത് ലാസ്റ്റ് ഡേയിൽ എക്സാം ഡേയിലുള്ള നിങ്ങളുടെ ഫിയർ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ എന്തുകൊണ്ടും നിങ്ങളെ ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേർക്കുന്നതാണ്. ഓക്കെ, അപ്പം HSSC കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഫൈനൽ ക്യാപ്സ്യൂൾ മൊഡ്യൂൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ ക്യാപ്സ്യൂൾ മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HSSC കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിനകത്ത് നമ്മുടെ സിലബസ് ഓർഡറിലുള്ള എല്ലാ കണ്ടന്റുകളുടെ ഒരു സോഫ്റ്റ് കോപ്പിയാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ബുക്ക് ഈ ഫൈനൽ ക്യാപ്സ്യൂളിലുണ്ട്. അതുപോലെ തന്നെ HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകൾ, അതായത് ഓരോ മൊഡ്യൂളിൻ്റെയും റിവിഷൻ ക്ലാസ്സുകൾ ഈ പറഞ്ഞ ഫൈനൽ ക്യാപ്സ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏണസ്റ്റ് അക്കാദമിയുടെ വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ ഈ ഫൈനൽ ക്യാപ്സ്യൂളിലൂടെ ലഭിക്കുന്നത്. അപ്പം പൂർണ്ണമായും റിവിഷൻ ക്ലാസ് ഇപ്പോൾ ഓരോ മൊഡ്യൂൾ, ഇപ്പം അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആയിക്കോട്ടെ, ഏത് മൊഡ്യൂൾ ആയാലും അതിൻ്റെ എല്ലാം റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈനൽ ക്യാപ്സ്യൂൾ മൊഡ്യൂളിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ HSSC കമ്പ്യൂട്ടർ സയൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് സീരീസിൽ 5000-ഓളം ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ മൊഡ്യൂളും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ഇതിലൂടെ നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 മെറ്റീരിയൽസ്, അതായത് HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെസ്റ്റ് സീരീസ്, ഇത് 3 നിങ്ങൾക്ക് ഒരുമിച്ച് നേടാവുന്നതാണ്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് കൊടുക്കാം. അതിലെ ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബുക്കിൻ്റെ ലിങ്കാണ്. തൊട്ടടുത്ത രണ്ടാമത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ HSSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസിൻ്റെയും ലിങ്കാണ്. നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടും ഒരുമിച്ച് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഫൈനൽ ക്യാപ്സ്യൂൾ മൊഡ്യൂൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ റിവിഷനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോവുക. അപ്പോൾ HSSC കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.